ഇത് ഒരു കഥയല്ല, നേർസംഗതി. നമ്മളെ നടുവില് ചേച്ചിലുള്ള ആളെ പോലെ അല്ലെങ്കിൽ മരിച്ചിട്ട് പോയ ആളെ പോലെ എന്തും തോന്നല. തോന്നുന്നുണ്ടെങ്കിൽ അത് ഓർ അങ്ങനെ ആയതുകൊണ്ടാണ്. എന്തായാലും കൊറേ മുന്നേ മരിച്ചിട്ട് പോയ ആളെ പോലെ ഒന്നും ഇത് തോന്നല. ദത്താ പച്ചാല എത്തൊക്കെ ഇജ്ജ് പറഞ്ഞു കൂട്ടണേ. ഈ പറഞ്ഞൊന്നും ഞമ്മക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇച്ചാക്ക് ഞാൻ ഇതുവരെ ചെല്ലതൊന്നും അർത്ഥമായിട്ടില്ലേ? ഇല്ല. അപ്പൊ ഇച്ച ഇതിനെ നോക്ക്. ഒരു വടക്കൻ സെൽഫി കാഴ്ച. ഹലോ, ആ അച്ഛാ, ഇറങ്ങിയോ നിങ്ങൾ? ഓക്കെ, ആരാ ഡ്രൈവർ? ആ, സാബു ചേട്ടാ. ആ, ഓക്കെ ഓക്കെ. ആ, പുള്ളിയാകുമ്പോ കുഴപ്പമില്ല, പുള്ളിക്ക് വഴി അറിയാം. ശരി ശരി. ആ, ഈശ്വര ഭഗവാനെ, ആദ്യത്തെ പെണ്ണുകാണല്ലോ, അച്ഛനമ്മയെ പോയിരിക്കുന്നു. നിന്നിച്ചേക്കണേ. രാവിലെ മുതൽ തുടങ്ങിയ ഇവിടെമാർക്കൊന്നും ഒരു പണിയില്ലടാ. സവാന എഴുന്നേക്കണം. ഒന്ന് പോയടാ, പോർക്കൊന്നും മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കൂലല്ലോ മാങ്ങാത്തൂരി. ഇവനൊക്കെ ഇനി എന്ന് തന്നാവൻ. എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്, എല്ലാം ഓളോളം എഴുന്നേക്ക്. രായണോ, എണീക്കാറായില്ലേ?
ഒരു ആയണ്ടതാ കേൾക്കുന്നുണ്ട്. ഹലോ, ഒറ്റത്തവണ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമായി രാജാവളെ. വീട്ടിൽ വരേണ്ട താമസം. ദൈവം ഒരിക്കലും അച്ഛനോ വേണ്ട അവളെ കാണാനായിട്ട്. നീക്കോ എന്തുവാടാ ഉറങ്ങാൻ സമയത്തില്ലേ? അതല്ലടോ, എന്റെ വീട്ടിൽ നിന്ന് പോയിരിക്കുക അവളുടെ വീട്ടിലോട്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരം തന്നെ ഉണ്ടാവുമോ കല്യാണം? ഓടും രാജ, എന്റെ മൂട്ടി നീട്ടി വളർത്തിയത്. അപ്പൊ പിന്നെ എളുപ്പമായല്ലടാ. ഒരുമാതിരി ആക്കെ അതല്ല പറഞ്ഞു. മുടിയൊക്കെ നീട്ടി വളർത്തി കഴിഞ്ഞാൽ കല്യാണം ആകുമ്പോഴത്തേക്ക് എന്താ സ്റ്റൈലില്. എടാ എന്താന്നാണ് ഭയങ്കര തലവേദന. ഇന്നലെ അടിച്ചത് കുറച്ച് ഓവറായി പോയോന്ന് സംശയം. ഇപ്പൊ എന്തുള്ളതല്ലേ ചായ ഇരിക്കുന്നിടത്ത് കൂടി. ചായെങ്കിൽ ചെറിയ രാവിലത്തെ കാര്യങ്ങളാണ്. എടാ ഇപ്പൊ പോലെ നീ നേരെ എടാ ഇത് സഭാന്റെ ഫോണല്ലേ കിടന്നാണെങ്കില്? ഓ വീണ്ടും തുടങ്ങിയ ഇതാരപ്പോ പ്രഭ, കുറച്ചു മുമ്പ് ഒരു പാറു, അതിന് മുമ്പ് ഒരു ജൂലി. എത്ര എണ്ണമാണ് ഇവിടുമാർക്കൊക്കെ പോലെ തവിട് പെടാക്കിട്ട് കൊടുക്കണം. അതിന് നിനക്കെന്താണ് അതിനകത്ത്? അവനെ ലോക്കിട്ടില്ലെങ്കിൽ ഞാൻ കൊടുത്തേന് എന്റെ കയ്യിലോട്ട് തവിട് ഉണ്ടാക്കും. നമുക്കൊരു വിഷമമില്ലേ? നമ്മുടെ കാര്യത്തിൽ നിന്ന് തീരുമാനമാവും. ഒന്ന് അടങ്ങട ഷാവി, അവിടുന്ന് പോയി കാണട്ടവളാതെ. റെഡി ആയാൽ എന്റെ മോനെ എന്റെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ സൈറം മുഴുവൻ. വിനോദ, നിന്റെ ഫോൺ അടിക്കുന്നു. അളിയതെ അച്ഛൻ വിളിക്കുന്നു. ഞാൻ എന്നെ വേണം തുണി അടിച്ചിട്ട് തുള്ളണം. അത് പോവേണം. ഹലോ ആ പോയാലെന്തേ? ആ അത് കുഴപ്പമില്ല, അത് നമുക്ക് ശരിയാക്കാം. ആ ആ ആ ആ ആ പിന്നെ ഫോട്ടോയുടെ കാര്യം എന്തായി? ആ ആ ശരി. എന്തായി ഒപ്പിച്ചാ? ആഹാ, നിനക്ക് അങ്ങനെ തന്നെ വേണോ അളിയാ? എന്നെ ചോദിക്കാൻ പറഞ്ഞു, ഈ കുട്ടിയുടെ പേരെന്തായിരുന്നു? കൃഷ്ണ. വിനോദ് കൃഷ്ണ. വിനോദ് കൃഷ്ണ അല്ല, കൃഷ്ണ വിനോദ്. ചരക്കല്ലേ? ഒരു ഊളത്തരം പറയും. ചരക്കല്ലേ? ഇത് അവൻ കെട്ടാൻ പോണ പെണ്ണാട്ടാ. നീ ഒരുമാതിരി ചരക്കും ചക്കരല്ലോ അവിടെ നിൽക്കട്ടെ, ഇന്നത്തെ കുപ്പിക്കൊരാളായി. ഒരു വിചാരം മാത്രമോ? കേട്ടോ നിന്റെ തരാം. ഓ ഓ ഒന്ന് നിർത്തിയടാ മധുരികളെ. ഒരു കുപ്പി കൊണ്ട് എടുത്തോ എന്റെ വക. Yes.
ആണാ നിങ്ങൾക്കല്ല ഞാൻ ഓസിന് മോന്താൻ വന്നാവുന്ന പരാതി അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ലല്ലോ. എന്നാ മാറ്റം ഉണ്ട്. ഇന്നേ എന്റെ വിനോദിന്റെ കല്യാണം ഉറപ്പിച്ച ദിവസം ഞാൻ അന്തസ്സോടെ അടി. കുടിച്ചോടെ കുടിച്ചിഷ്ടം പോലെ കാലിന് കരിപ്പും ഉറപ്പും ഉള്ളവരൊന്നും ഇവിടെ വിട്ടു പോകാൻ എല്ലാം. That is second law of drinking. അതല്ലറിയാം എന്റെ വക കുപ്പിക്ക് ഒരു കാരണം ഇവരെന്തിന്റെ പേര് കുപ്പി ഓഫർ ചെയ്തു. നീ എന്തിനാണ് അറിയാ ഈ കുപ്പിയൊക്കെ വാങ്ങി തന്നെ ഞങ്ങളെങ്ങനെ സന്തോഷിപ്പിക്കണേ? ഈ ഗ്ലാസ്സിലെ മദ്യത്തെക്കാൾ ലഹരി ഉണ്ടായിരുന്നളിയ അവൾക്ക്. ഇന്ന് ഞാൻ അവളെ വല പൊട്ടിച്ച് സ്വതന്ത്രയാക്കി. താങ്ക് യു ഫേസ്ബുക്ക്, താങ്ക് യു വാട്സാപ്പ്. അപ്പൊ നീ പ്രമേയം വിട്ടോ? യെസ്, ചാറിറ്റിയോ ഒരു ഈന്തപ്പഴം കൂടെ ബാക്കി. എന്നാലും അവളൊരു പാവരുന്ന എന്റെ പ്രഭക്കുട്ടി. യു റിയലി സ്റ്റോൾ മൈ ഹാർട്ട്. വീടറിയ നിനക്ക് ഇതൊക്കെ ഒരു പതിവല്ലേ? സെന്റിമെന്റ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ, മറ്റേ കാര്യം പോലെ നടന്നു. എന്തായാലും നീ വിട്ടു. ഫോട്ടോയും കാണിച്ചാടാ. എന്നാ കാണ. മെസ്സേജ് വന്നു. ഫോട്ടോ എടുത്തു. എന്നാ എന്റെ ഫോൺ